നമസ്കാരം, പാപ്പൻ ട്രേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു മാങ്ങ വെച്ച് നോക്കാം. അപ്പൊ അതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ നല്ലെണ്ണ ഉപയോഗിക്കാം. നല്ലെണ്ണ കൂടുതൽ കാലം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇത് നമ്മൾ തൽക്കാലം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ചെയ്യാം, ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ കടുക്, പിന്നെ നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്നത് ബ്രാഹ്മിൺസിന്റെ ഒരു പിക്കിൾ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ ഈ ഇതിന്റെ പിക്കിൾ പൗഡർ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു, എല്ലാ സാധനങ്ങളും ഇൻഗ്രീഡിയൻസ് ഇട്ട്. ഇപ്പൊ റെഡിമെയ്ഡ് ആണ്, ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഈ ബാച്ചിലേഴ്സിനുള്ളത് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാഹ്മിൺസിന്റെ ഒരു പിക്കിൾ പൗഡറാണ്. ഓക്കെ, നമുക്കിനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഈ മാങ്ങായ, വെളുത്തുള്ളി, വെളുത്തുള്ളി ഒന്ന് പൊളിക്കണം. അതുപോലെ ഈ ഇഞ്ചി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കുനുകുനി അരിഞ്ഞെടുക്കാം. ഇതിന്റെ വേണ്ട ഇതിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇഞ്ചി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചിരണ്ടിയിട്ട് നമുക്ക് കുനുകുനി അരിഞ്ഞു കിട്ടാം. അതുപോലെ സബോള, വെളുത്തുള്ളി ഒന്ന് അതിന്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് അത് നന്നായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം. വെളുത്തുള്ളി നമുക്ക് മാങ്ങാക്കറിയുടെ കൂട്ട് റെഡിയാക്കി വെക്കാം. ആദ്യം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുക്കുക. അത് ഏകദേശം ഇത്ര കാശ്മീരി ചില്ലി പൗഡർ. അതിനുശേഷം നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള അച്ചാറിൻ്റെ പൗഡർ എടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, നമ്മൾ ചൂടുവെള്ളത്തിനകത്തൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം സാൾട്ട്, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ഒരു സ്വല്പം കൂടെ വെള്ളമാകും. സ്വല്പം കൂടി വെള്ളമാകും. നമ്മളൊരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നമ്മളിത് ഇതേപോലെ തന്നെ വെക്കുക. സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ചീനിച്ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഒരുപാട് നാൾ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണയാണല്ലോ ഉപയോഗിക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. കടുക് മൂത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, മുളക് അരിഞ്ഞത്, ഈ 3 സാധനം നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. പച്ച പോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിരുന്ന കൂട്ട്, അതായത് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, അതുപോലെ മാംഗോയുടെ പൗഡർ, പിക്കിൾ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ഇടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിനകത്തേക്ക് ഇടുക. ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് നമ്മൾ മിക്സ് ചെയ്ത സാധനങ്ങളെല്ലാം നന്നായിട്ട് വരത്തക്ക രീതിയിൽ. അതിനുശേഷം നമുക്കൊരു വേറെ പാത്രത്തിനകത്തേക്ക് ഇത് മാറ്റാം. നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ കഴിക്കുന്നത് വെള്ളച്ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ്. എല്ലാവരും ഇത് നന്നായിട്ട് വീട്ടിൽ പോയി പരീക്ഷിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. നിങ്ങളെല്ലാവരും പരീക്ഷിക്കണം. ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഓരോരോ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകുക. താങ്ക് യു.